ഇന്നലെ വൈകുന്നേരം ചേട്ടൻ്റെ വീട് വരെ ഒന്ന് പോയിട്ടോ. ഓണക്കോടിയൊക്കെ വാങ്ങിച്ചത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഇന്നലെയാണ് കൊടുക്കാനൊക്കെ ആയിട്ട് പോയത് കേട്ടോ. അപ്പോൾ അച്ഛനും അമ്മേനെയൊക്കെ ഒരു ഓണത്തുനിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് പോയിട്ട് പിന്നെ വരാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാനും സുഡു മാത്രമാണ് തിരുവോണത്തുനിന്ന് അങ്ങോട്ട് പോകുന്നുള്ളൂ. അപ്പോൾ അച്ഛനെയും അമ്മേനെയൊക്കെ ഇന്ന് കൂട്ടിക്കൊണ്ട് പോയിട്ടെ ഞാൻ. അങ്ങനെ ഞങ്ങൾ സുഡുമോന് ചായയൊക്കെ കൊടുത്തു. സുഡുമോനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചായ കുടിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ അച്ഛൻ കൊടുക്കണം കേട്ടോ. അവൻ അങ്ങനെ ഒരു നിർബന്ധ ബുദ്ധിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അച്ഛൻ തന്നെ ചായയും കൊടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ വേഗം ഓട്ടോ വന്നപ്പോൾ പിന്നെ വേഗം പോയി കേട്ടോ. അവിടെ കിടന്നിട്ട് സുടുക്കുട്ടനെ വലിയ ഉഷാറൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ചൗക്കയിലെത്തിയിട്ടും സുടുമോൻ ഒന്നാമത്തെ കാര്യം ഉറക്കത്തിൽ നിന്ന് ഇങ്ങനെ എണീറ്റ് പോയത് കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് ചായ കുടിച്ചെങ്കിലും കൂടി ഉറക്കക്ഷീണം അങ്ങോട്ട് വിട്ടു പോയിട്ടുണ്ടായിരുന്നില്ല. അവിടെ ചെന്നിട്ടും ഉറക്കക്ഷീണം തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ പാപ്പനും അമ്മയും അച്ഛനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ചേട്ടൻ്റെ അച്ഛനും അമ്മയൊക്കെയാണ്. അപ്പോൾ അങ്ങനെ ഞാൻ വേഗം ചായയൊക്കെ എടുത്തു. അപ്പോൾ അച്ഛനെയും അമ്മേനെയൊക്കെ വേഗം ഇരുത്തിയിട്ടോ. അപ്പോൾ അവരുടെ അടുത്ത് വേഗം ചായയൊക്കെ എടുത്ത് കൊടുത്ത് അങ്ങനെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് അപ്പോൾ ഓട്ടോയിലാണ് കേട്ടോ വന്നത്. അപ്പോൾ അങ്ങനെ ചായ കുടിച്ച് പിന്നെ അധികം നേരം ഒന്നും വെയിറ്റ് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. എന്നാലും ഒരു മണിക്കൂറോളമൊക്കെ വെയിറ്റ് ചെയ്തു കേട്ടോ. അങ്ങനെ ചോറും ഇതൊക്കെ വരുത്തിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ബിരിയാണി ആയിരുന്നു, പിന്നെ ചിക്കനും. ഞങ്ങൾ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ വൈകുന്നേരം ഫുഡ് കൂടി കഴിച്ചിട്ട് പിന്നെ പോയാൽ മതി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫുഡും കൂടി കഴിക്കാനായിട്ട് പിന്നെ നിന്നു. അങ്ങനെ സുടുക്കൂട്ടനെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബിരിയാണി ഞാൻ ചോറും പാത്രത്തിൽ പിന്നെ അടച്ചു പിടിച്ചു കേട്ടോ. വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ടാണ് പിന്നെ അവൻ സാധനം കഴിക്കുള്ളൂ. ഇവിടെ നിന്നൊന്നും കഴിക്കില്ല കേട്ടോ. അവൻ്റെ വീടെത്തണം, അവൻ്റെ സ്ഥലത്തെത്തണം, അവൻ്റെ പാത്രം കിട്ടണം എന്നാൽ മാത്രമേ കഴിക്കുള്ളൂ. ഇതാണ് ഏറ്റവും ബുദ്ധിമുട്ട്. അവൻ ഇവിടെയല്ലേ നിൽക്കണം. അപ്പോൾ ഇവിടുത്തെ അന്തരീക്ഷം അവന് പറ്റുള്ളൂ കേട്ടോ. അത് കാരണം കൊണ്ട് ഒരു സാധനം കഴിക്കില്ല കേട്ടോ എവിടെ ചെന്നാലും.